അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചടുക്കളയിലേക്ക്. ഇത് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു മില്ലറ്റ് ഇഡലിയാണ് ഉണ്ടാക്കാൻ പോണത്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ പലതരം മില്ലറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ബാർണിയാർഡ് മില്ലറ്റ് വെച്ചിട്ടുള്ളൂ. ബാർണിയാർഡ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ കുതിരവാലി എന്ന് പറയുന്ന കുതിരവാലി മില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്, ചെറുധാന്യം. അപ്പോൾ അതിൻ്റെ മാവൊക്കെ ഇവിടെ നല്ല കറക്റ്റ് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഫേർമെൻറ്റഡ് ആയിരിക്കുകയാണ്. എടുക്കുമ്പോൾ തന്നെ അറിയാലോ, അതെ, പതഞ്ഞിരിക്കുന്നതാണോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഇഡലിക്കൊക്കെ നല്ലത്. പിന്നെ ദോശയ്ക്കും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു, പോരാത്ത ഉപ്പ് ഇനിയും ചേർക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ഇഡലിക്ക് വേണ്ടി, ഇപ്പോൾ റാഗി ഇഡ്ഡലി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാർണിയാർഡ് മില്ലറ്റ് വെച്ചിട്ടുള്ള കുതിരവാലിയുടെ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കാണണ്ടേ, ഞാൻ എങ്ങനെ ഈ മാവ് അരച്ചത്, ഇതെങ്ങനെയാണ്, എത്ര നേരം ഫെർമെൻറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഓവർനൈറ്റ് അരച്ച് വെച്ചതാണ്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫെർമെൻറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 6 to 7 hours മതി ഫെർമെൻറ്റേഷന്, ധാരാളം മതിയാകും. അപ്പോൾ ഇത് അതിൻ്റെ പ്രോസസ്സ് കാണണ്ടേ, അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എല്ലാം കറക്റ്റായിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന മില്ലറ്റ് ഇതേ നോക്കിക്കോളൂ. ബാർണിയാർഡ് മില്ലറ്റ് അൺപോളിഷ്ഡ് കുതിരവാലി എന്ന് പറയും. അപ്പോൾ ഇതിൽ നിന്നും 1.5 കപ്പ് എടുക്കാൻ പോകും. ഇത് 240 ml കപ്പാണ്. അതിൽ നിന്ന് 1.5 കപ്പ്. ഇത് കളയാം. എന്നിട്ട് വീണ്ടും ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ക്ലിയർ ആക്കിയിട്ട് ഫ്രഷ് വാട്ടർ ഒഴിച്ചിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. ഇനി ഇത് കുതിരട്ടെ. ഒരു 5-6 മണിക്കൂർ കുതിർന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഇത് 1/2 കപ്പ് ഉഴുന്നാണ്, മുഴുവൻ ഉഴുന്നാണ്, സ്പ്ലിറ്റ് അല്ല, വിത്തൗട്ട് സ്കിൻ. ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകിയിട്ട് ഫ്രഷ് വാട്ടർ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഈ വെള്ളവും മില്ലറ്റിലെ വെള്ളവും എല്ലാമാണ് മാറി മാറി ആവശ്യാനുസരണം നമ്മൾ അരയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നമ്മളത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ, യൂസ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് ആ കുതിർന്ന വെള്ളം തന്നെ എടുക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കൊണ്ടുവരാം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഫ്രഷ് വാട്ടർ, ഒരു 2 ടീസ്പൂൺ ഉലുവ, ഫെനുഗ്രീക്ക് സീഡ്സ്, അതും കൂടി ചേർക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഉലുവയും കൂടി ചേർത്തു. ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഫ്രഷ് വാട്ടർ ഒഴിക്കും. അപ്പോൾ ഉലുവ പ്ലസ് ഉഴുന്ന്, ഫ്രഷ് വാട്ടർ കുതിരട്ടെ. ഇതും ഒരേപോലെ ഒരു 5-6 hours ഇരുന്നോട്ടെ, നന്നായിട്ട് കുതിരണം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ചൗവരി, സാഗോ. ഇത് വേറൊരു പാത്രത്തിലിടാം, ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട്. 5 ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂൺ ഇതുപോലത്തെ. അതിന് ചൗവരിയും വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് കഴിയും. എല്ലാം കൂടി ഒന്ന് കുതിർന്ന് റെഡിയായി വരട്ടെ. ഇനി അവസാനം ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്, അത് അവലാണ്. അത് അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്താൽ മതിയാകും. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അടച്ചു വയ്ക്കും. എല്ലാ കാര്യങ്ങളും പാകത്തിന് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 to 8 hours ആണ് സമയം പറയുന്നത്. അപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ ആയി. ചൗവരി നല്ല കുതിർന്നു. നമ്മുടെ ബാർണിയാർഡ് മില്ലറ്റ് അതും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതുപോലെ അതേ ഉഴുന്ന് നോക്കി നല്ലതായിട്ട്. ഇതിനകത്ത് ഇതുണ്ട്, നമ്മുടെ ഉലുവ, അതും കൂടി ചേർന്ന് നല്ലതായിട്ട്. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ വെള്ളമാണ് നമ്മൾ കൂടുതലായിട്ടും അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇനിയുള്ളത് ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ അവൽ. ഇത് അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അവലിലേക്ക് ഈ വെള്ളം ഒഴിച്ച് വയ്ക്കും. ഉഴുന്ന് കുതിർത്ത വെള്ളം അത്ര സമയം മതി, പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യും. അത് നമുക്ക് ഉഴുന്നരയ്ക്കാം. ഉഴുന്നും ഉലുവയും കൂടി ചേർന്ന് കോമ്പിനേഷൻ. ഈ വെള്ളം നമുക്കൊരു പാത്രത്തിൽ സേവ് ചെയ്ത് വയ്ക്കാം. ആവശ്യാനുസരണം ഉപയോഗിക്കാം.
നമ്മുടെ ഉലുവയും ഉഴുന്നും. നമ്മുടെ ബാർണിയാർഡ് മില്ലറ്റ്, അതായത് കുതിരവാലി അരച്ചെടുക്കുക. കുതിരവാലി ഇതിനകത്ത് ഇട്ട്, ഇത് ഉഴുന്നിൻ്റെ കുറച്ച് ബാക്കിയുള്ള അതിനകത്ത് ഒട്ടിയിരിക്കുന്ന ഭാഗമാണ്. ഇതും ആവശ്യാനുസരണം, ഇത് കുതിർത്ത വെള്ളവുമുണ്ട്, ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൻ്റെ ബാക്കിയും കുറച്ചുണ്ട്, അതനുസരിച്ചിട്ട് ഒഴിച്ച്. അങ്ങനെ നമ്മുടെ മില്ലറ്റും അരച്ചെടുത്തിട്ടുണ്ട്. ബാർണിയാർഡ് അഥവാ കുതിരവാലി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു. പക്ഷെ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സാധാരണ മറ്റതിന് അരിയുടെ കളറല്ല, മില്ലറ്റ് കളർ വേറെയാണ്. ഈ ഒരു ചെറിയൊരു ക്രീമിഷ്. ഇത് 10 മിനിറ്റ് പോലും ആയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കുതിർന്നിട്ടുണ്ട്. അവല് 1/4 കപ്പ് അവൽ ചേർക്കാം. അപ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് ഇത് കുതിരാനായിട്ട് വെച്ചത്. ഇതാണ് നമ്മുടെ ചവ്വരി പ്ലസ് അവൽ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മില്ലറ്റ് മിശ്രിതത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി എല്ലാം കൂടി ചേർന്നിട്ടൊരു നല്ല മിക്സിങ് കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൈ ഒരു പ്രധാന കാര്യമാണ് ഫെർമെൻറ്റേഷൻ. തവി കൊണ്ട് ഇളക്കുന്നതിനെക്കാട്ടിയും നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് രാവിലെ ആകുമ്പോൾ നല്ല ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ രാത്രിയാണ് ഞാനിങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചുകൂടെ പൊങ്ങി വരികയും ചെയ്യും, നല്ല പതഞ്ഞ് പൊങ്ങും. ഇനി ഇത് അടച്ചു വെക്കുന്നതിലും കുറച്ച് കാര്യമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാണ്ട് ഒരു ശകലം സ്പേസ് ഇട്ട് അടയ്ക്കണം. അതായത് കുറച്ച് എയർ സർക്കുലേഷൻ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നെറ്റ് വെച്ചിട്ട് അടച്ചാലും മതി. നന്നായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യരുത്. അങ്ങനെ ഒരു ഹാഫായിട്ട് അടച്ചിട്ട് ഒരു നെറ്റ് കൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്താൽ മതി. അപ്പോൾ പേടിക്കാണ്ട് നമുക്കത് സൂക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ബാറ്റർ ഈസ് റെഡി. ഇനി രാവിലെ കാണാം. ഏതാണ്ട് ഇത്ര മതി. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നെറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അരപ്പിൻ്റെ രീതിയൊക്കെ കണ്ടല്ലോ എങ്ങനെയായിരുന്നു, എത്ര പ്രൊപ്പോർഷൻ, അങ്ങനത്തെ കാര്യം. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുത്ത് വെച്ചു, അടുപ്പ് കത്തിക്കണം, എണ്ണ തടവുന്നു, ഒഴിക്കാം. അപ്പോൾ അതിപ്പോൾ ശരിയായി വരും. അന്നേരം നമുക്കത് എടുത്ത് വയ്ക്കാം. നല്ല ഫെർമെൻറ്റഡ് ആയിരിക്കുന്ന ബാറ്റർ. സാധാരണ ഇഡ്ഡലിയെക്കാട്ടിലും കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കളറിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. എന്നിട്ട് പ്യുവർ വൈറ്റ് ആയിരിക്കും. ഇത് അത്ര വൈറ്റിഷ് ആയിരിക്കില്ല, കുറച്ചുകൂടി ഒരു ബേജ് കളർ എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് ലോട്ട് വെച്ച് കഴിഞ്ഞു. ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ മാവ് ഇതിപ്പോൾ കൂടുതലുണ്ട് മാവ്. ഇതിപ്പം വീട്ടിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഇപ്പോൾ നമ്മൾ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്ര ഇഡ്ഡലി തന്നെ ധാരാളം മതി. അതിന് കൂടുതൽ മാവുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഒരു 2 ദിവസത്തേക്കുള്ളതുണ്ട്. ഇത് നോക്കിയേ, കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഒരു ദിവസത്തേക്ക് വരുള്ളൂ. ഒരു 10 പേർക്കുള്ള ക്വാണ്ടിറ്റി ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ, ഒരു ചമ്മന്തി ആകാം, അല്ലെങ്കിൽ ഒരു സാമ്പാറാകാം. ഇത് കഴിയട്ടെ, എന്നിട്ട് അതും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 ഇഡ്ഡലിക്കുള്ളതാണ് നമ്മൾ മാവ് കോരി ഒഴിച്ചു. ഇനി വീണ്ടും ഒരു 10-25 ഇഡ്ഡലി, ഒരു 22-23 ഇഡ്ഡലി വരെ ഉണ്ടാക്കാം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. 20+ നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ലതായിട്ടൊന്ന് സ്റ്റീം കയറി കഴിയുമ്പോൾ സെറ്റാകും. അതിന് ഇഡ്ഡലി എടുക്കാം. അപ്പോൾ ഇത് ഹെൽത്തി വേർഷനാണ്. നമ്മളിത് റൈസ് ഉപയോഗിച്ചിട്ടേ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് അവല് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. എങ്കിലും അതതിൻ്റെ ഒരു ഫ്ലഫിനെസ്, അതിൻ്റെ ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടാനൊക്കെയാണ്. എന്നാൽ ഇത് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 1.5 കപ്പ് ബാർണിയാർഡ് മില്ലറ്റ് അഥവാ കുതിരവാലി
മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും ഉഴുന്നും വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്, നിറച്ച് പ്രോട്ടീനൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് കുറേ തിരക്കുണ്ട്. ഉച്ച കഴിഞ്ഞ് ഒരേ കറക്കം. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അത് എല്ലാം കൂടി നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ നമുക്ക് കുറച്ചായിട്ടെല്ലാം കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. നമ്മുടെ ഇഡ്ഡലി റെഡി. യെസ്, നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ഇഡ്ഡലി. തീ ഓഫ് ചെയ്യട്ടെ. ഒന്നൊരു കൂളിംഗ് ടൈം കൊടുക്കാം, എന്നിട്ട് ഇളക്കാം. കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കൂളാകും. അങ്ങനെ ആവി പറക്കുന്ന ഇഡലി റെഡി. നമ്മുടെ മില്ലറ്റ് ഇഡലി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെരി സോഫ്റ്റ് ആട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഈ ഹെൽത്തി ആണെന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം വരുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് പുളിപ്പിച്ച് ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ താമസിക്കുവാണെങ്കിൽ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചെയ്താലും മതി. ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. സാധാരണഗതിയിൽ ഒരു 6 to 7 hours മതി. രാത്രി ലേറ്റായിട്ട് ചെയ്ത് വെച്ചാൽ മതി, രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്യാം. നന്നായിട്ട് തണുത്തിട്ട് മാത്രം, ഓൾമോസ്റ്റ് തണുത്തിട്ടേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. അതിപ്പോൾ ഏത് ടൈപ്പ് ഇഡ്ഡലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നോക്കിക്കോളൂ, വെരി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ഇഡ്ഡലി റെഡിയാണ്. ഇനി അതിനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. പക്ഷേ സാധാരണ നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമ്പോൾ കട്ടിക്കൊക്കെ കുറച്ച് കുറുകുറാന്നാണ്. ഇത് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു ടൊമാറ്റോ പൊട്ടുകടല ചട്നി ആയാലോ. ഓക്കെ, കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ കുറച്ച് മുതിരയും കൂടെ ചേർക്കാൻ പോകുന്നു, ഹോസ് ഗ്രാം. മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടൊരു പ്രോട്ടീൻ റിച്ച് ആൻഡ് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മുതിര എന്ന് പറഞ്ഞാലും ഭയങ്കര ഹോസ് പവർ കിട്ടുന്ന കാര്യമാണ് മുതിര. 1.5 tablespoon മുതിര, ദറ്റ് ഈസ് ഹോസ് ഗ്രാം. ഇത് പൊട്ടുകടല 1 tablespoon നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഞാനിങ്ങനെ മുറിച്ച് വെച്ചു. ഒരു 6 കൊച്ചുള്ളി. ഇതൊരു 3 മീഡിയം സൈസ് ടൊമാറ്റോ. ഇത്രയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇച്ചിരി കായപ്പൊടി ചേർക്കും. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വഴറ്റാം. ആദ്യം കുറച്ച് എണ്ണയിൽ ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേർക്കണം. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി മതി. അതുകൊണ്ടൊരു 7 എണ്ണം ഉണ്ട് കൊച്ചുള്ളി. ഇതിൻ്റെ കൂടെ നമ്മുടെ മുതിര ഹോസ് ഗ്രാം 1.5 tablespoon ചേർക്കണം. ഒരു പച്ചമുളക് കൂടി ഇരിക്കട്ടെ. പെട്ടെന്ന് തന്നെ മൂക്കും. തീ അല്പം കുറയ്ക്കാം. മുതിര പൊട്ടി മൂക്കുന്നു. പൊട്ടുകടലയും കൂടി ചേർക്കാം, 1 tablespoon. അത് വറുത്തില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷേ എന്തായാലും വറുക്കുന്നു. എല്ലാം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, ഒരു കപ്പലണ്ടിയുടെ ടേസ്റ്റും കൂടി ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പീനട്സും കൂടി ചേർക്കാം. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ വരും. വേണമെന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണ് ഗ്രൗണ്ട് നട്ടിൻ്റെ ഒരു ടേസ്റ്റ്. ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടട്ടെ നന്നായി. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടി കുഴഞ്ഞ് തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഒരല്പം തണുക്കട്ടെ, എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചട്നിയുടെ കാര്യം ഇവിടെ റെഡിയാണ്. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. വീണ്ടും അടുപ്പ് കത്തിക്കാം. ഇനി ഒരു താളിപ്പുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ പാത്രം ചൂടായി തുടങ്ങി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 1.5 tablespoon എണ്ണ. കടുക് പൊട്ടി തുടങ്ങി. വറ്റൽ മുളക്, കറിവേപ്പില. ഇനി ഇതിനകത്തേക്കാണ് തീ അല്പം ഒന്ന് കുറച്ചിട്ട് മുളക് പൊടി ചേർക്കാം. പിരിയൻ മുളകിൻ്റെ പൊടി.
അപ്പോൾ ഈ ഒരു ചട്നിക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അതിൻ്റെ പച്ചച്ചുവ മാറി നല്ല മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂട്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇപ്പം ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തു. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ആകും. ബാക്കി നമ്മൾ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാം. ഇതിപ്പോൾ ഇത്ര ചാറല്ല, ഇനി കുറച്ചുകൂടി ചാറ് നമുക്ക് വേണം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള ചട്നിയാണ്. ഇത് കുറുകും എന്തായാലും, കാര്യം പൊട്ടുകടലയൊക്കെ ചേർത്തിരിക്കുന്നു. അതുപോലെ മുതിരയുണ്ട് അതിനകത്ത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടി വേണം. ടൊമാറ്റോയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് പുളിയൊക്കെ കിട്ടും. ഒരല്പം കൂടി വെള്ളം ചേർക്കാം. ചട്നിയുടെ കൺസിസ്റ്റൻസി നമ്മളല്ല തീരുമാനിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. നല്ലതായിട്ടൊരു തിള വരട്ടെ. സംഭവം റെഡി. അത്രേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നല്ല കുറുകിയ എന്നാൽ ലൂസായിട്ടുള്ള ചട്നി തന്നെ കിട്ടും. ഇതിപ്പോൾ ഈ മെത്തേഡിലാണ് ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക് വറ്റൽ പൊടിയല്ല, വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മൂപ്പിച്ച സമയത്ത് വറ്റൽമുളകും കൂടി മുറിച്ചിടണം. ഒരു 6-7 വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട്. തള വന്നു തുടങ്ങി. തള വന്ന് കഴിയുമ്പോൾ തന്നെ വീണ്ടും അതിങ്ങനെ കുറുകി തുടങ്ങും. യെസ്, റെഡി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മതി. ഇനി ഇത് കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ അത്രയും കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം. അത്രേ ഉള്ളൂ. ബൗളിലേക്ക് മാറ്റി. അങ്ങനെ മില്ലറ്റ് ഇഡ്ഡലി, നമ്മുടെ ബാർൺയാർഡ് മില്ലറ്റ് അഥവാ കുതിരവാലി മില്ലറ്റ്, അത് വെച്ചിട്ടുള്ള ഇഡ്ഡലിയും നല്ല ഹെൽത്തി ഓഷ്യൻ ആൻഡ് പിന്നെ ടൊമാറ്റോ പൊട്ടുകടല ചട്നി. ഇത് കഴിക്കേണ്ട രീതി വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്മോൾ ഡെമോ. ഒരു ഇഡ്ഡലിയും കൂടെ വയ്ക്കാം അല്ലേ? ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നിറയെ ചമ്മന്തി ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ആവശ്യാനുസരണം ചട്നി കൂട്ടി കഴിക്കാം. കാണുമ്പോൾ തന്നെ അറിയില്ല അടിപൊളിയാണെന്ന്. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഓൾസോ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും ക്വാണ്ടിറ്റി തന്നെ ധാരാളം മതി. ഇത് തന്നെ കൂടുതലാണ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആവശ്യാനുസരണം ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ മില്ലറ്റ് ഇഡ്ഡലിയുടെ ബാർൺയാർഡ് അല്ലെങ്കിൽ കുതിരവാലി ഇഡ്ഡലിയുടെ മാവ് ബാക്കിയുണ്ടല്ലോ, അതിനി അടുത്ത ദിവസം ദോശയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇഡ്ഡലി ആയിട്ട് ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അത് മുഴുവൻ ഉപയോഗിക്കാം. കഴിക്കട്ടെ, അത് നോക്കിക്കോളൂ. ആഹാ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. എടുക്കുമ്പോൾ തന്നെ അറിയാലോ. ആൻഡ് നമ്മുടെ നിറയെ ടൊമാറ്റോ മുതിര ചട്നി, അങ്ങനെയും പറയാമല്ലോ. ആഹാ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വാദ്. ചവയ്ക്കേണ്ട ആവശ്യമില്ല. സോ യമ്മി. ഒരു സാമ്പാർ കൂട്ടി കഴിക്കുന്ന ഏതാണ്ട് ആ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഞങ്ങളെ കൊതിപ്പിക്കുകയാണല്ലേ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നോക്കിയേ, 3 ഇഡ്ഡലിക്ക് ഈ ചട്നി ധാരാളം മതി. ഇത്രയും അങ്ങനെ കഴിക്കണം. അയ്യോ, രക്ഷയില്ല. സോ നൈസ്. ഇങ്ങനെയാണെങ്കിൽ 2-3 അല്ല, കൂടുതൽ കഴിക്കും കേട്ടോ. ടേസ്റ്റി. അപ്പം അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉണ്ട് നമ്മുടെ ചമ്മന്തിക്ക്. വെരി ടേസ്റ്റി. ഞാൻ കഴിച്ചു തീർക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഈ സ്വാദ് മനസ്സിലാക്കുക. ഇത് ഹെൽത്തിയാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇനി എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടി ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.
ഞാനിപ്പോൾ ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല കേട്ടോ, മോഹമൊക്കെ ഒന്ന് ശരിയാക്കാൻ പോകുന്നതേ ഉള്ളൂ. സാരിയെല്ലാം കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്ന് ഓണമൊന്നും കഴിഞ്ഞില്ലേ ചേച്ചിക്കത്. ഓണം കഴിഞ്ഞു, പക്ഷെ നമ്മുടെ പല സ്ഥലത്തും ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇന്ന് ഞങ്ങളുടെ കിറ്റി ക്ലബിൻ്റെ, കിറ്റി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഒള്ളി ഒരു ഗ്രൂപ്പാണ്, 25 പേരുള്ള. അതിൻ്റെ ഓണം സെലിബ്രേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൽ സാരി കൊടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ചെറിയൊരു മേക്കപ്പ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കുറിയിട്ടു, പൊട്ട് എല്ലാം കഴിഞ്ഞു. നെയിൽ പോളിഷ് മാറ്റുന്നില്ല. ഞാൻ ഇന്നലെ ഷൂട്ടിന് വേണ്ടി മാറ്റിയതാണ് ഈ കളർ. ഇനിയിപ്പോൾ പച്ച കളറ് ഉണ്ട്, തപ്പിയെടുക്കണം. ഓക്കെ, എന്തായാലും ഇത് മതിയെന്ന് വെച്ചു. പിന്നെ കരിമണി മാലയും നമ്മുടെ യൂഷ്വൽ റെഡ് മാല. ഇനി കണ്ണാടി വയ്ക്കണം, പിന്നെന്താ കമ്മലിടണം, പിന്നെ കരിവള ഇടാമെന്ന് വിചാരിച്ചു. ഇത്രയാണ് ഇന്നത്തെ മേക്കപ്പ്. ഓക്കെ, മതി, ധാരാളം. ഓക്കെ, എല്ലാം സെറ്റ്. എല്ലാം ഇവിടെ ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത്, സോഫയിലിരുന്ന് തന്നെ എല്ലാം ചെയ്യുന്നത്. കണ്ണാടി വെച്ചു, ഇനി കമ്മൽ കൂടി ഇട്ടാൽ മതി. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഈ ക്ലബിനെ കുറിച്ച്, അതായത് ഞങ്ങളുടെ ഈ ഒരു കിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. എന്നെക്കാട്ടിലും ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരുമുണ്ട്, എന്നെക്കാട്ടിലും ജൂനിയറായിട്ട്, അതായത് പ്രായം കൊണ്ട് ജൂനിയറായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇതിൽ സീനിയർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ലീല കൈമൾ ആൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഉണ്ട്. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജൂനിയറായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ ബോയിച്ചേട്ടൻ്റെ അമ്മയുടെ എന്താ പറയുക, സെയിം ഏജ് ഗ്രൂപ്പാണ്. അവരെല്ലാം ഒന്നിച്ച് ഒരേ സമയം വിമൻസ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭയങ്കര നമ്മളോടൊക്കെ ഒരു, എനിക്ക് തോന്നുന്നു ലീല കൈമൾ ആൻറ്റിയാണ് അതിൻ്റെ ഒരു ശക്തി, ഈ ഒരു കിറ്റി മുന്നോട്ട് കൊണ്ടുവന്നത്. കാര്യം അത്രയ്ക്കൊരു മദർലി ഒരു ആളാണ്, ഭയങ്കര സ്നേഹം വാത്സല്യമൊക്കെയാണ്. അപ്പം ആൻറ്റിയുടെ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു കിറ്റി ക്ലബ്ബ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 18 വർഷമായിട്ട് ഞാൻ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 25 പേര് മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എന്തായാലും ഇതിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ പല ആളുകളുടെയും മക്കളെല്ലാം കല്യാണം കഴിഞ്ഞു, എല്ലാം സെറ്റിൽ ചെയ്ത ആൾക്കാർ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യും, കിറ്റി ഗ്രൂപ്പ്. അത് ആരുടെയെങ്കിലും വീട്ടിലായിരിക്കാം. അത് ആ മാസം ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത് ആ ആളിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഒരു 2 വർഷം കൂടുമ്പോഴായിരിക്കും ഒരാൾക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്ന ദിവസം ഒരു ഗെയിം ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഫണ്ണി ക്വസ്റ്റ്യൻസ് കൊള്ളിക്കുന്ന ഗെയിംസ്, ചെറിയൊരു ക്വിസ് പോലെ, പിന്നെ അതുപോലെ ഹൗസി കളിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസും കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സന്തോഷമല്ലേ, എല്ലാവരും കൂടി ഒരു കോളേജ് ലൈഫ് പോലെയൊക്കെ പല ഏജ് ഗ്രൂപ്പിലുള്ളവർ ഒരുപോലെ ഒരേ മനസ്സ് പോലെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളാണ്. ആ ഒരു ദിവസം അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഒരു ഹൈ ടീയോ ലഞ്ചോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാവരും കൂടി കഴിക്കും. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് അതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും കുറച്ച് പൈസ വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് ആ പൈസ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ പിന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും അന്നത്തെ ഹോസ്റ്റ് കൊടുക്കുകയും ചെയ്യും എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ടേൺ എന്ന് പറയുന്നത്, ഈ മാസത്തെ ടേൺ എനിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓണമായിട്ട് അനുബന്ധിച്ച്, അല്ലെങ്കിൽ ഓണം കണക്റ്റഡ് ആയിട്ടുള്ളൊരു മാസമായതുകൊണ്ട് ഓണം സെലിബ്രേഷനാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു ഹാളിൽ വെച്ചാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ക്ലബിൻ്റെ തന്നെ സുബ്രഹ്മണ്യ ഹാളിൻ്റെ ഡൈനിങ് ഏരിയ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ആ ഏരിയയുടെ ഒരു പോർഷൻ, ഇല്ലം എന്ന് പറഞ്ഞ ആ പോർഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സദ്യയാണ്, ഓണസദ്യയാണ്. അപ്പോൾ ഇന്നെല്ലാവരും പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഞാൻ സാധാരണയായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സാധാരണ സെറ്റ് മുണ്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇത് സെറ്റ് സാരിയാണ്, അത് വളരെ കുറവാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് മാത്രമല്ല, ലീല കൈമൾ ആൻറ്റി ഞങ്ങളുടെ എല്ലാ കിറ്റി മെമ്പേഴ്സിനും 25 പേർക്കും ഇത് ഈ ഒരു സാരി, ഇതേപോലെ സാരി പല പല കളേഴ്സിലത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. എന്നിട്ട് ആൻറ്റിയുടെ ഒരു ആഗ്രഹം പറഞ്ഞു, ഓണം സെലിബ്രേഷൻ നടത്തുന്ന നമ്മുടെ ആ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഈ സാരി കൊടുത്തിട്ട് വരണം പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ഈ സെയിം സാരി ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ ഗ്രീൻ കളറ്, റെഡ് കളർ ഉണ്ടാവും, പിങ്ക് ഉണ്ടാകും, പല പല കളേഴ്സ് ഉണ്ടാകും. അപ്പം പല കളേഴ്സിലെ ബ്ലൗസും, പക്ഷേ സാരി സെയിം ആയിരിക്കും. അപ്പം ലീല കൈമൾ ആൻറ്റിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ താങ്ക് യു ആൻറ്റി, നല്ല അടിപൊളി സാരി, എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ സാധാരണ സെറ്റ് കൊണ്ടും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ്, പക്ഷേ ഈ സാരി ഈസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ വളരെ സ്നേഹമുള്ള കുറച്ച് ജസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പരസ്പരം സഹോദരങ്ങളെ പോലെയാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങളെല്ലാവരും. മാസത്തിലൊരിക്കൽ കാണുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലും അവരെല്ലാവരും പല പല ഗ്രൂപ്പ് ഇതുപോലെയുള്ള വേറെയും കിറ്റിയിൽ മെമ്പേഴ്സായിട്ടുള്ളവരുണ്ട്. പിന്നെന്താ പറയുക, ഗീത ക്ലാസ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം വീണ്ടും കാണാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കാറില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് അല്ലാതെ കാണുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു ദിവസം രാവിലെ 10:30 ഞാൻ അവിടെ എത്താമെന്ന് പറഞ്ഞു. 11 എല്ലാവരും വരും. പിന്നെ തിരുവാതിരയൊക്കെ ഉണ്ട്. കുറച്ച് ഞാൻ കളിക്കുന്നില്ല, ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ ഇതിന് പ്രാക്ടീസിന് പോകാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് കുറച്ച് പേര് തിരുവാതിരയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ വലിയ ഗെയിമൊന്നും ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പാട്ടും മറ്റോ ഗ്രൂപ്പ് സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ സദ്യ കഴിച്ച് ഞങ്ങൾ പിരിയുന്നു. അതാണ് പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് റെഡി. ഇനി അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം. റെഡിയായി പുറത്തോട്ടിറങ്ങി ഇനി കാറിലേക്ക് കയറാം. ട്രിവാൻഡ്രം ക്ലബിലെ ഹാളിൻ്റെ പടി ഇല്ല. ഓക്കെ, കുറച്ച് ലേറ്റായി. റോഡിൽ ബ്ലോക്കായിരുന്നു, ഭയങ്കര ട്രാഫിക്കായിരുന്നു. യെസ്, എൻ്റെ സാരി കാണുമെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും സാരി നോക്കിയാൽ മതി. എല്ലാവരും എത്തിയിട്ടില്ല, കുറേ പേരെല്ലാം എത്തിയിട്ടുണ്ട്. സദ്യയുടെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാൻ വ്ളോഗിൻ്റെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇനി എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ടി വരും. ഓക്കെ, അന്യ, സുമ, രജനി, ഷീലാദായ, ഗിരിജ കൈമൾ, ലക്ഷ്മി ബാല ആൻഡ് സുചിത്ര. നിങ്ങൾ ഇത്രയാണോ ഒന്ന് തിരുവാതിര ഗ്രൂപ്പ് അല്ലേ? തിരുവാതിര ഗ്രൂപ്പ് ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുകയാണ്. അയ്യോ, ഇനിയുണ്ട് ആൾക്കാർ. അയ്യോ സോറി ഷീലയുണ്ട്. ഓക്കെ, ഷീല രഘു. എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം എല്ലാവരെയും കാണാൻ. നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞായിരുന്നു യൂണിഫോം പോലെയാണ്. നമ്മുടെ ലീലാൻഡി തന്ന ഗിഫ്റ്റാണ് സാരി. ബ്യൂട്ടിഫുൾ സാരി അഗെയിൻ അല്ലേ? ഞാനും അത് തന്നെ പച്ച. എൻ്റെ ഈ പച്ച ആരുടെയിലും കണ്ടില്ലല്ലോ, വേറെ ആരുടെയിലില്ല അല്ലേ? ഇനി വരുന്ന ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് സെറ്റായിരിക്കുവാണ് അല്ലേ? വാവ്, കാണാം, നമുക്ക് കാണാം. ഞങ്ങളുടെ അമ്മയ്ക്ക് തുല്യമായ ആളാണ്. ആൻറ്റിയുടെ ഗിഫ്റ്റാണ് നമ്മളെല്ലാവരും കൊടുത്തിരിക്കുന്നതാണ്. യെസ്, ലീലാൻറ്റിയുടെ ചുറ്റും. ലീലാൻറ്റി ഇരുന്നാൽ മതി. ആൻറ്റി എണ്ണിക്കണ്ട. ഹലോ, ഹായ് 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 യെസ് ഹായ് ഹായ് യു ഹായ്. നമ്മുടെ സൗഹൃദ ഗ്രൂപ്പിന്റെ അത്യധികം ആനന്ദമുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. നമ്മുടെ ലക്ഷ്മി നമ്മുടെ സ്റ്റാറാണ്. അയ്യോ, അത് വേണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കൂടി വളരെ എന്തൊരു സന്തോഷമാണ് എല്ലാരും കൂടെ കൂടുമ്പോ. ഈ പെൺകുട്ടികളൊക്കെ ഒരുങ്ങി എല്ലാരെയും കണ്ടിട്ട് പെൺകുട്ടികൾ, അതെ എന്റെ മക്കള്, അതെ മക്കള്, നമുക്കെല്ലാവർക്കും അതെ അതെ അമ്മയെ പോലെ തന്നെ കണ്ടപ്പം നല്ല ഓണം. ഇതാണ് ഓണം. എല്ലാവരും കൂടെ കൂടുന്നതാണ് ആ സന്തോഷമാണ്. ലീലാൻഡിയുടെ സാരി. അതെ, ലീലാൻഡിക്ക് ഒരു ബിഗ് താങ്ക്സ്. അത് ഞാൻ രാവിലെ തന്നെ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എല്ലാവരും എന്ത് ഭംഗിയായിരിക്കണം. ആൻറ്റി അടിപൊളി സാരി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി അല്ലേ? വെരി ബ്യൂട്ടിഫുൾ. യെസ്, ദാറ്റ് ഓൾസോ ഐ ഓൾറെഡി മെൻഷൻ. ഇത് ലീലാൻഡിയുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമ്മളെ ഹോൾഡ് ചെയ്യുന്ന ഒരു ബോണ്ടിങ് ഇങ്ങനെ കൊണ്ടുവരുന്ന തന്നെ ആൻറ്റിയുടെ. യെസ്, 18 years ബാക്ക്. ലക്ഷ്മിയും നമ്മുടെ ഷീല പലരും ഓർക്കുന്നുണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. എനിക്ക് പ്രായമായി, നിങ്ങൾ വേണമെന്ന്. ആൻറ്റി കൂടെ വേണം. അതെ അതെ അതെ. പക്ഷെ ഇന്നത്തെ ദിവസം അടിപൊളി എന്ന് വെച്ചാൽ എല്ലാരും ഒരുങ്ങി. എനിക്ക് നിങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ സന്തോഷത്തിലാണ്. എല്ലാവരും സ്മൈലിംഗ് ഫേസ് ആണ്. എല്ലാവരും സ്മൈലിങ്ങും അല്ല അതല്ലേ, ഭയങ്കര ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അതന്നെ സത്യം. അതെ, ഗംഭീരായിരിക്കണം. ഈ ഗ്രീൻ ഇനി ആരുടെയില്ലെങ്കിലും വന്ന നമ്മളും ഉണ്ട്. സെയിം ഗ്രീൻ. ദിസ് ഇസ് മൈ ഗ്രീൻ. യെസ് കറക്റ്റ്. യെസ് അഗൈൻ. ഏതാ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു മാല എടുത്ത് എനിക്ക് ഇടണം അല്ലേ? ഇത് ചെറുതായി പോയി. സുനിത ദുബായിൽ നിന്ന് എന്നെത്തിയേ? ഓക്കെ. അയ്യോ, നമ്മുടെ സ്വന്തം. ഇപ്പൊ അമ്മ ഇല്ല, അമ്മയ്ക്ക് പകരമാണ്. മോളുടെ അമ്മയുടെ കല്യാണത്തിന് മുമ്പേ അമ്മയെ അറിയാം. ഇല്ല സത്യം, അമ്മയുടെ കോളേജ് ഡേയ്സിലേ അറിയാം.
എനിക്കൊരു മാല ഇട്ട് തരാം കൂടെ സുനിത ഒന്ന് ഇട്ട് തന്നോളൂ. എനിക്ക് ഏത് മാലയാണ് നിങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നത്? ഇത് ഇവിടുത്തെ സുന്ദരികളാണ് കേട്ടോ, എല്ലാ സുന്ദരിയാണ്. ഇതാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ വേറൊരു പ്രധാനപ്പെട്ട ആള്. ഓ പച്ച ഇട്ടോളൂ. താങ്ക് യു. ഞാൻ വിചാരിച്ച് ചെറിയ മാല ആയി പോയില്ലേ? അതെ 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 പിന്നെ പിന്നെ ആന്റിയുടെ ആഗ്രഹപ്രകാരം മാല മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ സെഷൻ. യെസ്, ദ സ്മാർട്ടസ്റ്റ് ലേഡിയാണ് ദേ നിൽക്കുന്നത്. ഷീലാണ് എന്നെ കൂടി പിടിച്ചു നിർത്തി. ഞാൻ ഓക്കെ 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 സ്റ്റാർട്ട് ചെയ്യാറായി വരണം. അവരൊന്ന് ഫോർമേഷൻ ഒക്കെ നോക്കുകയാണ്. അധികം പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, പക്ഷേ ഉള്ളത് വെച്ച് അവർ മാക്സിമം ചെയ്യാതെ പറയുന്നത്. ആൻറ്റി ഇരിക്കുന്ന നോക്കി പാവം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ആൻറ്റിയുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് കറക്റ്റായിട്ട് പോകണം. ഗ്രൂപ്പ് ഫോട്ടോ. ഇതെല്ലാം റിട്ടേൺ ഗിഫ്റ്റ്. എല്ലാം നമ്മൾ സാരിയാണ്, കേരള സാരി. അതിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. എല്ലാം എല്ലാം ഒരേ പാറ്റേൺ, പല കളേഴ്സ്. ഇത് കണ്ടാണ് കൂടി എടുക്കാവോ? വാവ്, എല്ലാ കളേഴ്സാണ്. ഇതിനി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ അത് അവസാനം അറിയാമല്ലോ. ഹലോ ഹലോ ലീന, ഹായ് ഹായ് ഹായ്. ഇതാണ് റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾ ഹാൻഡ്ലൂം സാരീസ്, നമ്മുടെ കേരള ഹാൻഡ്ലൂംസ് തന്നെ വാങ്ങിച്ചതാണ്, ബാലരാമപുരം. ഓക്കെ, പല കളേഴ്സ്. നമ്മൾ എന്തായാലും ലീല ആൻറ്റീനെ ഏൽപ്പിക്കാം. ആൻറ്റി എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ഇനി എല്ലാവരും തിരുവാതിര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ ലീലാൻറ്റിയുടെ സൈഡിലിരുന്ന് കാണാൻ പോകും. നമ്മൾ 4 പേരാണ് ഓഡിയൻസ്. 4 പേരേ ഉള്ളൂ അല്ല ആൻറ്റി? 4 അതിൽ കൂടുതലുണ്ട്. 5 പേരെ, 5 ഓഡിയൻസ്. തിരുവാതിര ടീം റെഡി. വാവ്, യെസ്. ഓക്കെ, പ്രേയർ ബൈ ലീല ജയകുമാർ. സോ തിരുവാതിര നെക്സ്റ്റ്. അപ്പൊ നമ്മള് എത്ര പേര് ഓഡിയൻസ്? 8 ഓഡിയൻസ് ആയി, കുഴപ്പമില്ല. ബാക്കി ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം.
ഗംഭീരമായിരുന്നു. അടിപൊളി. ആൻറ്റിയുടെ ഗിഫ്റ്റ് തിരുവാതിര ടീമിന്. യെസ്, ഇത്ര മനോഹരമായി കളിച്ചതിന് ആൻറ്റിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അടിപൊളി. ഓൾ മൈ ഗുഡ്. എക്സലൻറ്റ്. ഓണത്തിന് ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാവരും 4 ഓണപ്പാട്ടുകൾ പാടി. എല്ലാവരും കേൾക്കണം, അഭിപ്രായം പറയണം. നല്ല ഓണത്തിലാണ് ഇപ്പൊ അവരത് ഓൺ ചെയ്തു. ഞാൻ പെൻഡ്രൈവ് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് വെക്കുകയാണ്. അത് കേട്ടാൽ മതിയോ അതോ അമ്മാവേലി ആക്കി തുടങ്ങണോ? ഓണസദ്യ പാട്ട് അത് ഗിരിജ കൈമൾ ആണ് എഴുതിയത്. അത് എഴുതി അല്ലേ? അത് ഓണസദ്യയാണ്. അത് കൗമുദി ചാനൽ വരുകയും ചെയ്തു ആ ഒരു ഓണസമയത്ത്. ഇപ്പോൾ അടിപൊളി. ശുഭ ഇച്ചിരി ലേറ്റായി പോയി. ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. ഫാർമസിസ്റ്റ് SP ഫുഡ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റാണ്. കഴിഞ്ഞിട്ടാണ് വരുന്നത് ഫാർമസി. എന്തായാലും വന്നല്ലോ, അതന്നെ വലിയ കാര്യം. ഓക്കെ. പുള്ളിക്കാരിയുടെ ക്രിയേഷനാണ് ഈ പാട്ട് പെൻ ചെയ്തത്. ലിറിക്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ട്. നമ്മളുടെ ഈ മൈക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ക്ലബിൻ്റെ തന്നെ ആൾക്കാരാണ്, ഓൾ ഇന്ത്യ. പാട്ട് എഴുതിയ ആളിൻ്റെ അടുത്തേക്ക് പോകാം. അടിപൊളി. ഓ, എക്സലന്റ്. അടിപൊളിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. ഓ, അടിപൊളി. സമ്മാനം ലക്ഷ്മി തരും. Leena Nair. First prize. Yes. Stand that side. Leena. Wait. Yeah. ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1969. No. You are very close. Quiz round. No. 66 ആണോ? നോ, സോറി. 61. ഓക്കെ. വാവ്. വരവറിയിക്കുന്ന തെയ്യം ഏതാണ്? തെയ്യം. നമ്മുടെയൊക്കെ വിജ്ഞാനമാണ്, പൊതുവിജ്ഞാനം. ചോദ്യങ്ങൾ. എന്താ പറഞ്ഞേ? ഓണപ്പൊട്ടൻ. ദാറ്റ്സ് ആൻസർ. ഓക്കെ.
ശുക്രാചാര്യരാണ് ഉപദേശിച്ചത്. ഓക്കെ, 3 അടി തുമ്പപ്പൂ, കാശിത്തുമ്പ, ഓണപ്പൂ എന്നറിയപ്പെടും. അയ്യോ, എരിവ്, പുളി, ഉപ്പ്, മധുരം ഇതൊന്നും ഇല്ലാത്ത ഓലൻ. ഓലൻ അവിയൽ ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? ഭീമനാന്ന് പറയുന്നു. അല്ലല്ല, അവിയൽ. കളിച്ചത് പുറത്തോട്ടിറങ്ങി ഫോട്ടോസ് എടുക്കാനായിട്ട്. മറ്റേ റിയൽ അകത്തെ ലൈറ്റ് അത്ര കളർഫുൾ അല്ല, നാച്ചുറൽ ലൈറ്റിൽ. ഇപ്പൊ അവിടെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും കോമൺ മാലയാണ്. കാര്യം ഇത് എല്ലാവരും ഒന്നിച്ച് മേടിച്ചതാണ് സത്യം പറഞ്ഞ ഈ മാല. യെസ്, അതാ ഉള്ളത്. നല്ല ഭംഗിയുണ്ട്. അതുണ്ട്, അനുരയിലുണ്ട്. നല്ല ഭംഗിയല്ലേ. ഇത് അനുക്കുട്ടിയുടെ ഇതിലാണ് ഉള്ളതാണ്, ആഭരണം കളക്ഷൻസ്. അതുണ്ട്. ആഭരണം എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് സദ്യ വിഭവങ്ങളെല്ലാം റെഡി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സദ്യയല്ല, നമ്മുടെ കാര്യം എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് തിരക്കായി പോയി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടുത്തെ സദ്യ. 365 ദിവസവും കിട്ടുന്ന മദേഴ്സ് പ്ലാസ, അവിടുത്തെ സദ്യയാണ്. 4 പായസം, എല്ലാ അച്ചാറ്, കൂട്ടുകറി, ട്രിവാൻഡ്രം സ്റ്റൈലിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെന്താ, വടയിട്ട കൂട്ടുകറി, അവിയൽ, തോരൻ, മുരിങ്ങയ്ക്ക എല്ലാം ഇട്ട തോരനാണ് കേട്ടോ. പരിപ്പ് മുരിങ്ങയ്ക്ക തോരൻ, പായസം, അട, കടല, വേർമിസ്ലി, ക്യാരറ്റ് പായസം, പിന്നെ മോര്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പഴം, ആസ് യൂഷ്വൽ. ബോളി, ട്രിവാൻഡ്രം ബോളി ഇല്ലാത്തൊരു പരിപാടിയില്ല. പിന്നെ ഉപ്പേരി, ചിപ്സ്, അങ്ങനെ മോര്. നമ്മൾ 22 ആൾക്കാരാണ് ഇന്ന് പങ്കെടുക്കുന്നത്. 22 കുടിക്കാനായിട്ട് ബോട്ടിൽ വാട്ടർ. മദേഴ്സ് പ്ലാസയിലെ സദ്യയാണ് ഇന്ന്. ഈ ഓണക്കാലം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സദ്യ തന്നെ ആയിരുന്നു. മിക്കവാറും ഒരുപാട് സദ്യ ഉണ്ടാക്കി. ഇപ്രാവശ്യം മദേഴ്സ് പ്ലാസ അവരുടെ സ്പെഷ്യൽ സദ്യയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റും. അത്രയും 25 സീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇത്ര പേരേ ഉള്ളൂ. കുറച്ച് ഒരു 3-4 ആബ്സെൻ്റ്. ഇപ്പോൾ ടോട്ടൽ ഞാൻ ഉൾപ്പെടെ 20 പേരുണ്ട്. ഒരു 5 ആബ്സെൻറ്റീസ് ഉണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് പാവയ്ക്ക. Very nice. Okay. Your food? No, Mother's Plazas. Yeah. Again, that's again nice. അവരുടെ നല്ല സദ്യ. ഇത് സാധാരണ എപ്പോഴും കാണാത്തതാണ്. മുരിങ്ങയ്ക്കയും പരിപ്പ് ഇട്ടിട്ട് വീട്ടിലുണ്ടാക്കുന്ന പോലെ. അത് പാവയ്ക്ക, മുരിങ്ങയ്ക്ക, പരിപ്പ് തോരൻ. അത് കാണാത്ത, നമ്മൾ വീടുകളിലല്ലേ എപ്പോഴും വയ്ക്കുന്നത്. സദ്യക്ക് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നെല്ലിക്ക, 4 അച്ചാറുണ്ട്. നെല്ലിക്ക, മാങ്ങ, ഇഞ്ചി, നാരങ്ങ, 4 അച്ചാറ്. മറ്റൊരു പ്രധാന ആളെത്തിയിട്ടുണ്ട്, മഞ്ജു ബാലഗോപാൽ. ഇച്ചിരി ലേറ്റായിട്ടാണ് വന്ന. കാര്യം ഡെന്റിസ്റ്റിനെയൊക്കെ കാണാൻ ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് എന്നാലും വന്നല്ലോ നമ്മുടെ ഗെറ്റ് ടുഗെദർ. ഞങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഏതാണ്ട് കഴിഞ്ഞു എല്ലാ പരിപാടികളും. മഞ്ജു, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിറ്റി ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം. ഞങ്ങളുടെ എല്ലാ മാസവും ഒരു ദിവസം കൂടും. അപ്പോൾ ഈ ഓണമാസം ഇങ്ങനെ ഇവിടെ കൂടുന്നു. അപ്പോൾ ഇത് എൻ്റെ ടേണായിരുന്നു. അപ്പോൾ നല്ല കളർഫുൾ ഹാപ്പി ഡേ. എല്ലാവരും ഹാപ്പി. താങ്ക്സ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ഹിയർ. ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ലീലാൻറ്റിയെ എടുത്തു പറയണം. ആൻറ്റിയുടെ ഒരു വിൽ പവറും പുള്ളിക്കാരിയുടെ ഒരു ലീഡർഷിപ്പും തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മോട്ടിവേഷൻ.
എൻ്റെ ഒരു മനോഹരമായ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.